ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ ആ പള്ളിയിൽ 18 സംവത്സരമായി രോഗത്തിൻ്റെ ആത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പള്ളിയിലുള്ളവർക്കെല്ലാം അവനോട് നീരസമുണ്ടായി. ശബത്തിൽ സൗഖ്യമാക്കിയത് എന്തിന്? 6 ദിവസമുണ്ടല്ലോ പ്രവർത്തിക്കുവാൻ, എന്നാൽ ശബത്തിൽ ഇങ്ങനെ ചെയ്തത് എന്തിന് എന്ന് അവർ നീരസപ്പെട്ട് ആലയത്തിൽ വലിയ ബഹളം ഉണ്ടാക്കി. കർത്താവ് അതിന് തക്കതായ മറുപടിയും അവർക്ക് കൊടുത്തു. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. എൻ്റെ വിഷയം ആ 10-ാം വാക്യമാണ് പ്രധാനമായിട്ടും. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്താണ് യഹൂദന്മാരെ സംബന്ധിച്ച് ശബത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത? ഒരു യഹൂദനെ സംബന്ധിച്ച് ശബത്ത് ദിനം സ്വസ്ഥമായിരിക്കുവാനുള്ള, ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ്. ഒരു പ്രവൃത്തികളിലും ഒരു പ്രവർത്തനങ്ങളിലും അവൻ ഏർപ്പെടാൻ പാടില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇവരാരും ഈ ശബത്ത് ദിവസത്തിൽ ഒരു സൗഖ്യമോ ഒരു വിടുതലോ ഈ പള്ളി ഇരിക്കുന്ന ഒരെണ്ണം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചരിത്രത്തിൽ ഇതുവരെ ശബത്ത് ദിവസത്തിൽ വൈദിവൃത്തി നടത്തിയിട്ടില്ല. ശബത്ത് ദിവസത്തിൽ ഒരു പ്രവൃത്തികളും ചെയ്യാറില്ല. ഹല്ലേലൂയ. ശബത്ത് ദിവസത്തിൽ ഇവർ തോറ വായിച്ച് കേൾക്കുന്നതല്ലാതെ, പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വിടുതലുകളെ കുറിച്ചോ സൗഖ്യത്തെ കുറിച്ചോ അത്ഭുതത്തെ കുറിച്ചോ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു കൂട്ടത്തിന്റെ നടുവിൽ സകല നിബന്ധനകളെയും തകർത്ത് സകല പ്രതീക്ഷകളെയും പൊളിച്ച് നസ്രായൻ 18 വർഷം കൂനയായിരുന്ന സ്ത്രീയെ മുൻപിലേക്ക് വിളിക്കുകയാണ്. ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ, നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ, നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ നീ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ചിലത് തലങ്ങളിൽ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രതീക്ഷിക്കാത്ത വിധികൾ, പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, പ്രതീക്ഷിക്കാത്ത കരുതലുകൾ, പ്രതീക്ഷിക്കാത്ത മിറക്കിളുകൾ നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ ആരോഗ്യ മേഖലകളിൽ, നിന്റെ ആത്മീക മേഖലകളിൽ ദൈവത്താൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ജീവിതത്തിൽ നീ ചിന്തിച്ചിട്ടില്ലാത്ത, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തത് വിശ്വസിക്കുന്നെങ്കിൽ എന്റെ യേശുവിന്റെ കരത്താൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. കർത്താവിന്റെ ശക്തി ഞാൻ അനുഭവിക്കുകയാണ്. സകല നിബന്ധനകളെ മനുഷ്യനും പിശാചും വെച്ച സകല നിബന്ധനകളെയും സ്വർഗം തകർത്തുകളഞ്ഞു. ശബത്തിൽ വൈദ്യവൃത്തി നടത്താൻ പാടില്ല. മുന്നേ യഹൂദന്മാരുടെ സിസ്റ്റം, സമ്പ്രദായം ഭയങ്കരമാണ്. പാലക്കാട് ജില്ലയുടെ അത്രയും പോലും വലിപ്പം ഇല്ലാത്ത, കേവലം കൊല്ലം ജില്ലയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഉലകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഇവരുടെ വേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് നിൽക്കുക. യേശു കർത്താവ് ഈ സാഹചര്യത്തിൽ സകല നിബന്ധനകളെയും പൊളിച്ചു കളഞ്ഞു.
അന്നത്തെ ദിവസം ഒരു ഹീലിങ്ങും ഒരു ഡെലിവറൻസും ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ക്രൗഡിന്റെ ഇടയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കോളിംഗ് ഉണ്ടായി. ആ അൺഎക്സ്പെക്റ്റഡ് കോളിംഗ് എന്ന് പറഞ്ഞാൽ 11-ാമത്തെ വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ എവിടെ? ആ പള്ളിയിൽ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒട്ടും നിവരുവാൻ കഴിയാതെ അവിടെ കൂനർ, മുടന്തർ ഇവർ ആലയത്തിന് പുറത്തായിരിക്കണം. കുഷ്ഠരോഗി പാളയത്തിന് പുറത്തായിരിക്കണം. രക്തസ്രവമുള്ള സ്ത്രീകൾ ആരെയും തൊടാൻ അന്നത്തെ കാലത്ത് പാടില്ല. അതുകൊണ്ടാണ് ആ രക്തസ്രവമുള്ള സ്ത്രീ ആരും കാണാതെ പുറകിലൂടെ വന്ന് പുരുഷാർത്ഥത്തിന്റെ ഇടയിലൂടെ പോയി കർത്താവിന്റെ വസ്ത്രത്തിന് തങ്ങളെ തൊട്ട്. അപ്പൊ ഈ സ്ത്രീ, ഇത് പള്ളിയാണെങ്കിൽ, കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഇത് പള്ളിയാണെങ്കിൽ ഇവൾ ഒരിക്കലും ഈ ക്രൗഡിന്റെ ഇടയിൽ ഇല്ല. കാരണം രോഗം പാപമാണ്, എന്തോ ന്യായവിധിയാണ് എന്നാണ് അവരുടെ അന്നത്തെ ചിന്ത. ആ രോഗം ബാധിച്ചവൻ ഈ പരമവിശുദ്ധന്മാരുടെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. അവർക്ക് അന്നത്തെ കാലത്ത് സെപ്പറേറ്റ് പ്ലേസുകളുണ്ട്. അതാണ് ഈ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 മണ്ഡപങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിടും. ഹല്ലേലൂയ. കുഷ്ഠരോഗികളെ സെപ്പറേറ്റ് ചെയ്തിടും, ഇങ്ങനെയുള്ള രോഗികളെ സെപ്പറേറ്റ് ചെയ്തിടും. ഉറപ്പായും ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തല്ലായിരുന്നു. അടുത്തായിരുന്നെങ്കിൽ 12-ാം വാക്യം അങ്ങനെ വരുമോ? അടുക്കെ വിളിച്ചെന്ന്. ഞാനിവിടെ നിൽക്കുകയാണ്, ഞാൻ ആശിഷിനെ എൻ്റെ അടുക്കൽ വിളിക്കുമോ? കാരണം എന്നാണ്? ആശിഷ് എൻ്റെ അടുത്താണ്. ആ ബ്രദറിൻ്റെ അടുക്കൽ വന്നേ. നിങ്ങളെല്ലാം നോക്കിയില്ലേ? എന്താ അതിന്റെ കാരണം? ആ ബ്രദർ ദൂരെയാണ്. യേശു അവളെ തൻ്റെ അടുക്കൽ വിളിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ അവൾ വളരെ ദൂരെയാണ്. മുൻപിൽ ഒരുപാട് പേരുണ്ട്, അകത്ത് പലരുമുണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ കണ്ണുകൾ ഉടക്കിയത്, യേശു നോക്കിയത് എല്ലാം തികഞ്ഞ ഈ വിശുദ്ധന്മാരെ അല്ല, ഇതിനകത്തിരിക്കുന്ന വലിയ പുള്ളികളെ അല്ല. യേശുവിന്റെ കണ്ണ് ഉടക്കിയത് ആവശ്യക്കാരിയാ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനായ ഒരു വ്യക്തിയെങ്കിലും ആവശ്യബോധത്തോടെ, സൗഖ്യത്തിന്റെ ആവശ്യബോധത്തോടെ, വിടുതലിന്റെ ആവശ്യബോധത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണുകൾ നിന്റെ മേളിൽ പതിക്കുകയാണ്. ഞാൻ ആ വാക്കിൽ നിന്ന് പ്രധാനമായി 1-2 കാര്യങ്ങൾ പറയുന്നു. യേശു അവളെ കണ്ടു. യേശു പ്രശ്നത്തിലിരിക്കുന്നവളെ, വേദനിക്കുന്നവളെ, നിന്നെ അനുഭവിക്കുന്നവളെ, പുറത്താക്കപ്പെട്ടവളെ, അവഗണിക്കപ്പെട്ടവളെ യേശു കണ്ടു. മക്കളെ, ആരും നിന്നെ കണ്ടില്ലെങ്കിലും എൻ്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്റെ ആവശ്യങ്ങളെ കാണുന്നുണ്ട്. യേശുവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്, അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അടുക്കൽ വിളിക്കും. എല്ലാവരും ഒന്ന് പറയാമോ? അവൻ കണ്ടിട്ടുള്ളവരെയാണ് അവൻ വിളിക്കുന്നത്. പറഞ്ഞേ, അവൻ കണ്ടിട്ടുള്ളവരെയാണ് അവൻ വിളിക്കുന്നത്. കർത്താവ് അപ്പച്ചൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് നിന്നെ വിളിച്ചതാണോ? നിന്റെ കുടുംബത്തിനകത്തുനിന്ന്, പാരമ്പര്യത്തിനകത്തുനിന്ന്, ജാതീയമായ അജ്ഞതകളിൽ കിടന്ന നിങ്ങളെ കർത്താവ് വിളിച്ചതാണോ? വിളിച്ചതാണോ? വിളിച്ചതാണെങ്കിൽ നീ ഉറപ്പിച്ചോ, അവൻ നിന്നെ കണ്ടതാണ്. വിളിച്ചതാണെങ്കിൽ ഉറപ്പിച്ചോ, അവൻ നിന്നെ കണ്ടതാണ്. അവൻ കണ്ടതിനെ അവൻ വിളിക്കുന്ന ദൈവമാണ്.
ഞാൻ വെറുതെ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയല്ല, ഞാൻ വെറുതെ വന്ന് കൈകൊട്ടുകയല്ല, ഞാൻ വെറുതെ വന്ന് സ്തുതിക്കുകയല്ല, ഞാൻ വെറുതെ വന്ന് പാടുകയല്ല. എന്റെ ദൈവം എന്റെ കുടുംബത്തെ കണ്ടതാണ്, എന്റെ ദൈവം എന്നെ കണ്ടതാണ്, എന്റെ യേശു എന്നെ കണ്ടതാണ്. അതല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം തമ്പുരാൻ പറയുന്ന, മക്കളെ, നിങ്ങൾ വെറുതെ വന്നതല്ല. നിങ്ങൾ ഒരു പക്ഷേ പ്രാർത്ഥിപ്പിക്കാനോ പ്രാർത്ഥന കൂടാനോ ഒക്കെ വന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ചങ്കുറപ്പോടെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സർവശക്തനായ ദൈവമായ യേശു കർത്താവ് എന്നെ കണ്ടു, എന്നെ കണ്ടു, എന്നെ കണ്ടു. അവന്റെ കണ്ണുകൾ എന്നെ കണ്ടു, അതുകൊണ്ട് ഞാൻ അവനാൽ വിളിക്കപ്പെട്ടു. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. ആ ബ്രദർ ഒന്ന് മുന്നിലേക്ക് വന്നേ. സിബി മുന്നിലേക്ക് വന്നേ. പുറകിൽ പുറകിൽ മുന്നിലേക്ക് വന്നേ. കണ്ടോ? എല്ലാവരും നോക്കിയേ. കണ്ടോ? നോക്കുന്നുണ്ടോ? എല്ലാവരും നോക്കുന്നുണ്ടോ? ബാക്കിയുള്ളവരെ ശ്രദ്ധിച്ച് എല്ലാവരും അവനെ നോക്കുന്നുണ്ടോ? താങ്ക് യു മോനെ. അത്രയേ ഉള്ളൂ. നിന്നെ വിളിച്ചപ്പം മോനെ, നിന്നെ വിളിച്ചപ്പം, മക്കളെ, നിന്നെ വിളിച്ചപ്പം ഇവരെല്ലാം എന്നിൽ നിന്ന് കണ്ണെടുത്ത് നിന്നെ നോക്കി. ഞാൻ ആരെയാ വിളിച്ചെന്ന്. ഇതുപോലെ യേശു അവളെ വിളിച്ചപ്പോൾ, യേശു അവളെ വിളിച്ചപ്പോൾ അവളെ അവഗണിച്ചിട്ടിരുന്നവരെല്ലാം അവളെ നോക്കി. ആരും ശ്രദ്ധിക്കാതെ കിടന്ന നിന്റെ ഭവനം ശ്രദ്ധേയമാകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ ഒരു സ്പെഷ്യൽ കേസ് ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു അവളെ വിളിച്ചപ്പോൾ ഉറപ്പാണ് അവളതേ ഇങ്ങനെ വളഞ്ഞുകൂടി കൂനിക്കൂടി ആ പള്ളിക്കകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ പള്ളിയിലിരുന്ന മുഴുവൻ ആളുകളും അവളെ നോക്കിയിട്ടുണ്ട്. പറഞ്ഞേ, നല്ലതിനാ. നോക്കട്ടെ, ഇവനെല്ലാം നോക്കട്ടെ. ഇവിടെ എന്തുവാ നടക്കുന്നേ, നമുക്കിനി എന്തുവാ സംഭവിക്കാൻ പോന്നേ, എല്ലാവരും നോക്കിയിരുന്നോ. മക്കളെ, കർത്താവാണോ വിളിച്ചേ? യേശു ആണോ അടുക്ക വിളിച്ചേ? യേശു ആണോ കണ്ടേ? ഒരുത്തനും ഒന്നും നോക്കാനില്ല. നിവർത്താനാ വിളിച്ചെങ്കിൽ നിവർത്തിയിരിക്കും. എന്റെ പ്രാർത്ഥന ഇത്രയില്ല. കർത്താവേ, നീ എന്നെ കണ്ടല്ലോ. എന്റെ സന്തോഷം അതേ ഉള്ളൂ. എന്റെ കർത്താവേ, നീ എന്നെ കണ്ടല്ലോ. നീ എന്നെ കണ്ട, എനിക്ക് അത്രയും മതി. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. യോഹന്നാൻ 9:1 എഴുതിയിരിക്കുന്നത് കണ്ടു. അത്രയും മതി, അത്രയും മതി. കണ്ടു കഴിഞ്ഞാൽ, അവന്റെ കണ്ണ് എന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാ കാര്യങ്ങൾ തീരുമാനിക്കും. ഈ സഭയെ കർത്താവ് കണ്ടതാ. ഈ കൂട്ടായ്മയെ ദൈവം നട്ടതാ. ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ കണ്ടതാ.
മക്കളെ ചങ്കത്ത് കൈവച്ച് പറയണം, എന്നെ കണ്ട പിതാവേ യേശുവേ അങ്ങയ്ക്ക് നന്ദി. പുറംപറമ്പിൽ എറിയപ്പെട്ട എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, അവഗണിക്കപ്പെട്ട എന്നെ, ഒരുത്തനും ശ്രദ്ധിക്കാതെ കിടന്ന എന്നെ, അഖിലാണ്ടത്തിന്റെ ഉടയവനേ, നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ, നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ, നിന്റെ കണ്ണുകൾ എന്നെ കണ്ടല്ലോ. അവൻ കണ്ടിട്ടുള്ളതിനെ അവൻ അടുക്കൽ വിളിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, യേശു അവളെ കണ്ടു അല്ലേ? കണ്ടു അല്ലേ? യേശു അവളെ കണ്ടതിനാൽ അവളുടെ കൂന് മാറിയോ? ഇല്ല, ഇല്ല സഹോദരി, മാറിയില്ല. യേശു അവളെ തന്റെ അടുക്കൽ വിളിച്ചു. അവൾ വിളിക്കപ്പെട്ടതിനാൽ അവളുടെ കൂന് മാറിയോ? ഇല്ല, ഇല്ല, മാറിയില്ല. പക്ഷെ യേശു കണ്ടതിനെ, യേശു കർത്താവ് വിളിച്ചപ്പോൾ മടി കൂടാതെ അടുത്തു വന്നതിനെ, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവളെ തൊട്ടു, അവളുടെ മേൽ കൈവച്ചു. കർത്താവ് കണ്ടിട്ടും സാഹചര്യങ്ങൾ മാറിയില്ല. കർത്താവെ, നീ എന്നെ വിളിച്ചു, നീ എന്നെ വിളിക്കപ്പെട്ടതിനാലും എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസമില്ല. അങ്ങനെയുള്ള കേസിൽ നോക്കി കർത്താവ് പറയുന്നു, അവന്റെ കരം നിന്റെ മേൽ വരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവന്റെ കരം, അവന്റെ കരം നിന്റെ മേൽ വരും. അവന്റെ കരം നിന്റെ മേൽ വന്നാൽ നീ ഒരിക്കലും പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. വാ തുറന്ന് പറഞ്ഞ്, എന്റെ തലമുറകളെ യേശു തൊടും, എന്റെ ഭർത്താവിനെ യേശു തൊടും, എന്റെ ഭാര്യയെ യേശു തൊടും, എന്റെ ഭവനത്തെ കർത്താവ് തൊടും, എന്റെ രോഗത്തെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കും. എന്റെ സാമ്പത്തിക മേഖലകളെ യേശു തൊടും. എന്റെ ആവശ്യത്തിന്റെ ഫയൽ അവന്റെ കൈകളാൽ അവൻ എടുക്കും. കർത്താവ് അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു. മക്കളെ, ദൈവം നമ്മളെ കണ്ടതിനാൽ നമ്മൾ വിളിക്കപ്പെട്ടു. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ അവൾ ആരുടെ അടുത്തായി നിൽക്കുന്നത്? യേശുവിൻ്റെ അടുത്ത് വന്നിങ്ങനെ കൂനി നിൽക്കുകയല്ലേ? ആ കൂനി നിന്നവളോട്, അടുത്തു വന്നവളോട് യേശു പറഞ്ഞു, അടുത്തു വന്നവളോട് യേശു പറഞ്ഞു. എന്തു പറഞ്ഞു? എന്ത് പറഞ്ഞു വാസേ? നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അടുത്തു വന്നവളോടല്ലേ പറഞ്ഞേ? അരികിൽ വരുന്നവരോട് അവന് ചിലത് പറയാനുണ്ട്. അങ്ങ് ദൂരെ ഇരിക്കരുത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കേറിക്കോണം, ഉപവാസത്തിൽ കേറിക്കോണം. അരികിൽ ഇരിക്കുന്നവനോട്, അടുത്തു വരുന്നവനോട്, ബൈബിള് തുറന്നു വെച്ച് അതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നവനോട്, അതിങ്ങനെ റീഡ് ചെയ്തിരിക്കുന്നവനോട്, പ്രാർത്ഥിക്കുന്നവനോട് കർത്താവിന് ചിലത് പറയാനുണ്ട്. കർത്താവിന് ചിലത് പറയാനുണ്ട്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇമ്മീഡിയറ്റ്ലി she was made straight. Immediately, suddenly, immediately. മലയാളത്തിൽ ക്ഷണത്തിൽ. ഈ some healings are gradual, some healings are happening suddenly or immediately. ചില സൗഖ്യങ്ങൾ ഗ്രാജുവൽ ആയിരിക്കും, ചില സൗഖ്യങ്ങൾ പെട്ടെന്നായിരിക്കും. മനസ്സിലാക്കി തരാം. 10 കുഷ്ഠരോഗികളെ യേശു അടുക്കൽ വിളിച്ചു. 10 പേരുടെ മേളിലും യേശു കൈവച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. 10 പേരും പ്രാർത്ഥന സ്വീകരിച്ച് തിരിച്ചുപോയി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പോകുന്ന വഴിയിൽ അവർ സൗഖ്യമായി. സഡൻലി, ഇമ്മീഡിയറ്റ്ലി അവർ ഹീലായില്ല. ആ സമയത്ത് അവരുടെ സ്കിന്നിന്റെ കളർ മാറുകയോ, കുഷ്ഠരോഗം മാറുകയോ, വിരലുകൾ ഉണ്ടാകുകയോ, നഖങ്ങൾ വരികയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അവർ പോകുന്ന വഴിയിൽ, അവർ യാത്ര ചെയ്യുന്ന വഴി, ആ യാത്രയിൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ സ്കിന്നിന്റെ കളർ ചേഞ്ച് ആകുന്നു,
ഇവരുടെ നഖങ്ങൾ മടങ്ങി വന്നു. ഈ അഴുകിപ്പഴുത്തു പോയ കുഷ്ഠരോഗം വന്ന് വ്രണമായതൊക്കെ ഹീലായി. അപ്പോൾ അത് സഡൻലി സംഭവിച്ചതല്ല, അത് ഗ്രാജ്വലി സംഭവിച്ചതാണ്. ചില ആളുകൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്നേരം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അവർക്ക് വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ചെന്നപ്പോൾ ജോലി ചെയ്തപ്പോൾ ആ തോളിൻ്റെ വേദന ഫീൽ ചെയ്യുന്നില്ല. രാവിലെ സാധാരണ നിലയിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫ്ലൂയിഡ് ഇൻബാലൻസ് കൊണ്ട് തല കറങ്ങുമായിരുന്നു. പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുകയില്ലായിരുന്നു. ഇപ്പം പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തല കറങ്ങുന്നില്ല. രാവിലെ കുളിക്കാൻ കയറിയപ്പോൾ മുഴ, ശരീരത്ത് ആ ഭാഗത്ത് മുഴയുണ്ടായിരുന്നു, ആ മുഴ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അന്നേരം നമ്മളത് അറിഞ്ഞില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൻ്റെ ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അന്നേരം അത് കണ്ടില്ലെങ്കിൽ പോലും, ക്ഷണത്തിൽ നിവർന്നില്ലെങ്കിൽ പോലും, ഉറപ്പായിട്ടും അത് നിവർന്നിരിക്കും. നിങ്ങൾ ചിലത് പെട്ടെന്ന് സംഭവിക്കും, ഇമ്മീഡിയറ്റ്ലി, ചിലത് ഗ്രാജ്വലി ആയിരിക്കും. പക്ഷെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാന്റെ സന്നിധിയിൽ ആ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിടുതൽ കണ്ടിരിക്കും. ഡിസ്കറേജ്ഡ് ആകരുത്, ഡിസപ്പോയിന്റഡ് ആകരുത്. ഡിസ്കറേജ്ഡ് ആയാൽ, ഡിസപ്പോയിന്റഡ് ആയാൽ ദൈവത്തിന് പിന്നെ ആ സമ്മാനം തരാൻ പറ്റത്തില്ല. ദൈവത്തോട് അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവം ഒന്നും എറിഞ്ഞു തരികയില്ല. ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ ദൈവം അത് കൈ കൊടുക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന്, ദൈവത്തിന്റെ അടുത്ത്, ദൈവ സാന്നിധ്യത്തിൽ വന്നാൽ ദൈവം അത് കരത്തിൽ തരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ചിലത് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകും, ചിലത് ഗ്രാജ്വൽ ആയിരിക്കും. എന്തു തന്നെയാണെങ്കിലും വിടുതൽ നടക്കും. പിന്നെ ഇവളുടെ കേസിൽ 11, ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീ. രോഗങ്ങൾ പല നിലകളിൽ സംഭവിക്കാം. ഏതൊക്കെ നിലകളിൽ സംഭവിക്കാം? ഈ കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകാം. കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് എന്തുണ്ടാകാം? രോഗങ്ങളുണ്ടാകാം. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, ഇത് പനിയുടെ സീസണാണ്. ഇതുപോലെ കാലാവസ്ഥകൾ മാറുന്ന അനുസരിച്ച് രോഗങ്ങൾ വരാം. പാരമ്പര്യമായി രോഗങ്ങൾ വരാം. ഡോക്ടർ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും, വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പം നിങ്ങൾ പറയുകയാണ്, എൻ്റെ അപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, അമ്മയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ വഴിയിൽ ഈ സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ നിർദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു 6 മാസം കൂടിയിരിക്കുമ്പം ഒന്ന് ചെക്കപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ECG എല്ലാം നോർമലാണ്. പക്ഷെ ഒരു 6 മാസം കൂടിയിരിക്കുമ്പോൾ, അല്ലെ വർഷത്തിലൊരിക്കൽ എല്ലാ ചെക്കപ്പും ഒന്ന് ചെയ്തേക്കണം. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഫാമിലി ഹിസ്റ്ററിയിൽ ഈ സാധനം കിടപ്പുണ്ടെങ്കിൽ വന്നിരിക്കും. ഇതാണ്, ഈ ഭാഗമാണ് ബൈബിൾ പൊളിച്ചു കളയുന്നത്. എന്താണ്? കൈയടിക്കല്ലേ, കേൾക്കാതെ പോലെ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി, അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. വ്യർത്ഥവും 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവും. അവിടെ ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്. അത് ട്രഡീഷൻ മാത്രമല്ല, ഫ്രം ഫാദേഴ്സ്, അപ്പൻ്റെ വഴിയിൽ നിന്ന് കീറി വന്ന സാധനങ്ങൾ. കേൾക്കുന്നുണ്ടോ? അപ്പം വഴിയിൽ നിന്നും, അമ്മ വഴിയിൽ നിന്നും
കേറി വന്ന മുഴുവൻ രോഗങ്ങളും, അപ്പൻ വഴിയിൽ നിന്നും അമ്മ വഴിയിൽ നിന്നും കേറി വന്ന മുഴുവൻ ശാപങ്ങളും കട്ട് ചെയ്ത് കളയും യേശുവിന്റെ രക്തം. വിശ്വസിക്കാവുന്ന വരുന്ന കരമടിച്ച് സ്വീകരിച്ചോ അത്. അപ്പൊ രോഗം കാലാവസ്ഥാ വ്യതിയാനം മൂലം വരാം, രോഗം പാരമ്പര്യമായി വരാം. ഇനിയാണ് വൈദ്യശാസ്ത്രത്തിന് പിടിക്കാൻ പറ്റാത്ത സാധനം നമ്മൾ പിടിക്കുന്നത്. സാത്താന്യമായി പൈശാചികമായി രോഗങ്ങൾ വരാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരനെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ അപ്പൻ കൊണ്ടുവന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചത് ചെവി തുറക്കട്ടെ, വർത്താനം പറയട്ടെ എന്നല്ല, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. പെട്ടെന്ന് ആ ചെറുക്കൻ തറയെ വീണു, നുരച്ചുരണ്ടു, അടിച്ചിളകി എഴുന്നേറ്റ് വന്നപ്പോ ചെവിയും കേൾക്കാം, വർത്താനവും പറയാം. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതെന്താണ്? അതൊരു സ്പിരിറ്റാണ്, സ്പിരിറ്റാണ്. ഇവിടെ കൂനയായ സ്ത്രീയുടെ വിഷയത്തിലും ലൂക്കോസ് 13:11 വാക്യത്തിൽ യേശു പറയുന്നു അവൾക്ക് ഒരു രോഗാത്മാവായിരുന്നു. ഈ രോഗാത്മാവിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? എത്ര സ്കാനിങ് എടുത്താലും ഈ സാധനം സ്കാനിങ് തെളിയല. സ്കാനിങ് റിപ്പോർട്ട് കുഴപ്പമില്ല, ഡോക്ടർമാർ പരിശോധിച്ചു, കുഴപ്പമില്ല, ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആൾക്കെല്ലാ ദിവസവും അസുഖം, എപ്പോഴും പ്രശ്നം, അവിടെ വേദന, ഇവിടെ വേദന, ആ പ്രശ്നം, ഈ പ്രശ്നം. പക്ഷെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പവും അവർക്ക് കാണാനില്ല. എത്ര ചികിത്സിച്ചിട്ട് മാറാത്തത്, എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്തത്, എത്ര ശ്രമിച്ചിട്ട് മാറാത്തത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം വിട്ടുപോകണേ. ചേർന്നൊരാമീൻ പറയാം. ഹല്ലേലൂയ. പാരമ്പര്യ രോഗങ്ങൾ സംഭവിക്കാം, കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇതേത് കേസാണെങ്കിലും, പാരമ്പര്യ രോഗമാണെങ്കിലും കാലാവസ്ഥ വ്യതിയാനം. ഇപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ രോഗം എന്നായിരുന്നു? കഠിന ജ്വരം. കഠിന ജ്വരം എന്ന് പറഞ്ഞാൽ എന്നാ? അന്നത്തെ കാലത്തെ ഒരു വൈറസ് പനി, അന്നത്തെ കാലത്തെ ഒരു വൈറസ് പനിയായിരുന്നത്. ഹല്ലേലൂയ. പനി മുതൽ മരിച്ചവരെ വരെ ഉയർപ്പിച്ച കർത്താവിനെ നീ വിശ്വസിക്കും? ആണോ? വിശ്വസിക്കും. ഹല്ലേലൂയ. 6 ദിവസം ഉണ്ടല്ലോ, അതിൽ വന്ന് നീ സൗഖ്യമൊക്കെ. ശബത്തിൽ അരുതെന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പറഞ്ഞ വാക്ക് കപടഭക്തിക്കാർ. ഇവരെ എന്തോ വിളിച്ചേ? നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ കാളയോ കഴുതിയോ തൊട്ടിയിൽ നഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് സാത്താൻ. യേശു അഡ്രസ് ചെയ്യുന്നുണ്ടോ? സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന. അപ്പൊ ഇവളുടെ രോഗം എന്തുവായിരുന്നു? ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചു വിടുന്നതല്ലേ? കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് അബ്രഹാമിന്റെ സന്തതിയാ, ഇവള് ദൈവത്തിന്റെ മകളാ, ഇവള് കൂനി നടക്കേണ്ടവളല്ല. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടണം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കണം, അത്ഭുതം സംഭവിക്കണം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വിഷൻ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ വിഷൻ ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സാധനം കെട്ടാൻ കുറേ സമയം എടുക്കും. കെട്ടാൻ
ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്ത് നമുക്കിങ്ങനെ കെട്ടാം. 10 മിനിറ്റ് ഒക്കെ എടുത്ത് നമുക്ക് കെട്ടാം. പക്ഷെ 10 മിനിറ്റ്, 10 മണിക്കൂർ, ചിലപ്പോൾ 6 മാസം, 1 വർഷം എടുത്തൊക്കെ കെട്ടിയത് ഒറ്റ കൊത്തിനഴിക്കാം. അതിന്നിവിടെ സംഭവിക്കണം. 15 വർഷം പഴക്കമുള്ളത്, 10 വർഷം പഴക്കമുള്ളത്, നിന്നെ ബന്ധിച്ചിരിക്കുന്ന സകല രോഗാത്മാക്കളെ, സകല ബന്ധനങ്ങളെ തയ്യാറായ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ശത്രുക്കൾ വിധി എഴുതിയത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി നിബന്ധനകളെ തകർത്ത്, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട വാക്കതാണ്, ഞാൻ നിബന്ധനകളെ തകർത്ത് പരിമിതികളെ പൊളിക്കും. ഞാൻ നിബന്ധനകളെ തകർത്ത് പരിമിതികളെ പൊളിക്കും. ഞാൻ നിബന്ധനകളെ തകർത്ത് പരിമിതികളെ പൊളിക്കും. നിന്റെ മേൽ നിൽക്കുന്ന സകല പരിമിതികളും, നിന്റെ ഭവനത്തിന്റെ മേൽ നിൽക്കുന്ന സകല പരിമിതികളും, നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന സകല പരിമിതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊളിഞ്ഞു മാറട്ടെ. ഞാൻ അനുഭവിക്കുന്ന ഒത്തിരി പരിമിതികൾ എനിക്കുണ്ട്. എൻ്റെ സാമ്പത്തിക മേഖലയിൽ, എൻ്റെ സമാധാനത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒത്തിരി പരിമിതികളുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശത്രു പരിമിതി ഇട്ടിരിക്കുകയാണ്. എൻ്റെ വിശ്വാസത്തിന് പരിമിതി ഇട്ടിരിക്കുകയാണ്. എൻ്റെ ആരാധനയ്ക്ക് പരിമിതി ഇട്ടിരിക്കുകയാണ്. കർത്താവേ, ശത്രു വരച്ച സകല വരകളെയും എനിക്കൊന്ന് ക്രോസ് ചെയ്ത് കയറിപ്പോണം.